ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വവും അമേരിക്കൻ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പും എന്ന വിഷയമാണ് ഇന്ന് ഈ പോഡ്കാസ്റ്റ് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ജോ ബൈഡൻ ലോകത്തിലെ മുഴുവൻ വൃദ്ധജനങ്ങൾക്കും എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു. കളി തീർന്ന നട്ടുവൻ അരങ്ങത്ത് നിന്ന് പിന്മാറണം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സാഹചര്യമല്ല ഇത്. രാഷ്ട്രീയത്തിൽ, പൊതുപ്രവർത്തനത്തിൽ, അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മാനസികവും ശാരീരികവുമായ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ, വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്മാറണം എന്നുള്ള വലിയ സന്ദേശമാണ് ജോ ബൈഡൻ്റെ സ്ഥാനാർത്ഥിത്വവും ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും അദ്ദേഹത്തിന് പിന്മാറാനുള്ള വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ഉണ്ടായതും ഒക്കെ ലോകത്തിലെ എല്ലാ വൃദ്ധജനങ്ങളോടും പറയുന്ന ഒരു സന്ദേശം. വലിയ റെസിസ്റ്റൻസാണ് ജോ ബൈഡൻ, അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ജോ ബൈഡൻ വലിയ റെസിസ്റ്റൻസ്, വലിയ പ്രതിരോധമാണ് അദ്ദേഹം നടത്തിയത്. പിന്മാറണം എന്ന് പോകുന്നിടത്തെല്ലാം നാക്ക് പതറുന്നു, കാലുകൾ പതറുന്നു, ആളുകളെ തെറ്റായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആളുകളെ തെറ്റായി ധരിക്കുന്നു. എന്നിട്ടും എല്ലാ ആളുകളും പറഞ്ഞിട്ടും പിന്മാറാതെ നിന്ന ജോ ബൈഡൻ അവസാനം വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി പിന്മാറുകയായിരുന്നു. ബരാക് ഒബാമയെ പോലെയൊക്കെയുള്ള മുൻ രാഷ്ട്രപതിമാർ തന്നെ അദ്ദേഹത്തിന് പിൻവലിക്കുകയും അദ്ദേഹത്തിനോട് മാറണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ജോ ബൈഡൻ പിന്മാറിയത് എന്ന് നമുക്കറിയാം. ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ജനാധിപത്യ സമൂഹങ്ങളിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. സമ്മർദ്ദം വരുമ്പോൾ അധികാരത്തിൽ നിന്ന് പിന്മാറുവാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മുന്നോട്ട് തയ്യാറാവുക എന്നതൊക്കെ. അടഞ്ഞ സമൂഹങ്ങളിൽ ഇതൊന്നും സാധ്യമല്ല. ഏകാധിപത്യം നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ ഇത് സാധ്യമല്ല. ഇപ്പോൾ ഉത്തര കൊറിയയിലോ ചൈനയിലോ ഇത് സാധ്യമല്ല. രാജാധികാരം നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഇത് സാധ്യമല്ല. അവരുടെ ഭരണാധികാരികൾക്ക് ഓർമ്മയുണ്ടോ, ആളുകളെ മനസ്സിലാകുന്നുണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ, ഇതൊന്നും പുറം ലോകത്തിനറിയാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണ്. മതരാഷ്ട്രങ്ങളിൽ ഇത്തരം ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും സാധ്യമല്ല. എന്നാൽ ആധുനിക ജനാധിപത്യ, ലിബറൽ ജനാധിപത്യ സമൂഹങ്ങളിൽ മാത്രമാണ് ഇത്തരം പ്രക്രിയകൾ നടക്കുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതാണ്. എന്നാൽ അമേരിക്കൻ ജനാധിപത്യം എല്ലാം തികഞ്ഞ ജനാധിപത്യമാണെന്ന ധാരണയിലൊന്നും അല്ല ഞാനിതൊക്കെ പറയുന്നത്. നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെ കാണുവാൻ ഗസയിൽ കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഭരണാധികാരി നെതന്യാഹു അമേരിക്കയിൽ പോയി ട്രംപിനെ കാണുകയും ഒക്കെ ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള, അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ്റെ എല്ലാ ആശീർവാദവും ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് ഉണ്ട് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ഇതൊന്നും മറന്നിട്ടല്ല ഞാൻ ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ കുറച്ചെങ്കിലും സ്നേഹത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നത്. ഇനി നമുക്ക് കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാം. കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇന്നേ വരെ ഉറങ്ങിക്കിടന്നിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ക്യാമ്പുകളിൽ നൽകിയിരിക്കുന്ന വലിയ ആത്മവിശ്വാസത്തെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ജോ ബൈഡൻ്റെ സ്ഥാനാർത്ഥിത്വം, ജോ ബൈഡൻ പിന്മാറാൻ തയ്യാറാകാതിരിക്കുന്നതോടുകൂടി വലിയ ഒരു അപമാന ഭാരവും കുറ്റബോധവും ഒക്കെ ഡെമോക്രാറ്റിക് പാർട്ടി ക്യാമ്പുകളിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇതൊരു ഈസി വാക്ക് ഓവറാണ് എന്ന് കരുതുകയും ചെയ്തു. ട്രംപിനെ നമുക്കതിനകത്ത് കുറ്റപ്പെടുത്താനും കഴിയില്ല. പക്ഷേ കമല ഹാരിസിൻ്റെ വരവോടുകൂടി വലിയ ആർജവം, വലിയ ഊർജമാണ് ഈ ഡെമോക്രാറ്റിക് പാർട്ടി ക്യാമ്പുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നാം കാണണം. ഏറ്റവും ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ, കമല ഹാരിസിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇത് എ പ്രോസിക്യൂട്ടർ വേഴ്സസ് എ കൺവിക്റ്റഡ് ഫെലോ ആണ് ഈ മത്സരം എന്നാണ് കമല ഹാരിസ് പറഞ്ഞത്. പ്രോസിക്യൂട്ടർ വേഴ്സസ് എ കൺവിക്റ്റഡ് ഫെലോ, അതായത് ഒരു അഭിഭാഷകയും
ഒരു കുറ്റവാളിയും തമ്മിലുള്ള മത്സരമാണ് അമേരിക്കയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് കമല ഹാരിസ് പറഞ്ഞത്. മാത്രമല്ല, അവരുടെ ആ പ്രസംഗത്തിൽ ഞാൻ അറ്റോർണി ജനറലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ലൈംഗിക കേസുകളിലെ പ്രതികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ ആളുകളുടെ പണം തട്ടിയെടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം നേട്ടത്തിന് വേണ്ടി അധികാരസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന കുറ്റവാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെയെല്ലാം ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരാളിനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് കമല ഹാരിസ് പറഞ്ഞത്. ഈ 3 ആരോപണങ്ങളും വഴി ഡൊണാൾഡ് ട്രംപിൻ്റെ മേൽ ഉള്ള ആരോപണങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയാണ് കമല ഹാരിസ് ചെയ്തത്. മാത്രമല്ല, ഇവരിത് സംസാരിക്കുമ്പോൾ അമേരിക്കയിൽ ഇവർ സംസാരിക്കുന്ന എല്ലാ യോഗങ്ങളിലും വലിയ ഹർഷാരവത്തോടു കൂടിയാണ് കമല ഹാരിസിൻ്റെ ഈ പ്രസംഗങ്ങളെ അമേരിക്കൻ സമൂഹം സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി യോഗങ്ങളിൽ അവർക്ക് കിട്ടുന്ന വലിയ ഹർഷാരവം ലോക ജനാധിപത്യ സമൂഹം വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ അഭിപ്രായ സർവേകളും ഏതാണ്ട് ഒന്നടങ്കം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തെ പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു 48 മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന അഭിപ്രായ സർവേകളിലെല്ലാം തന്നെ 1-2% വോട്ടിന് കമല ഹാരിസ് മുന്നിലാണെന്നുള്ളതാണ്. ഹിതപരിശോധനകളിലും അഭിപ്രായ സർവേകളിലുമെല്ലാം കമല ഹാരിസ് മുൻപിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുമാത്രമല്ല, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഈ സർവേകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ കമല ഹാരിസ് നേടിക്കൊണ്ടിരിക്കുന്ന വലിയ ജനപിന്തുണ ആണ് എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് കമല ഹാരിസിന് ആ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി അവരുടെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയാനുള്ളത്. 4-5 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ദേ ആർ ഇൻ സർക്കുലേഷൻ, ദീസ് നെയിംസ് ആർ ഇൻ സർക്കുലേഷൻ. പക്ഷേ ആരാണെങ്കിലും ഏത് സ്ഥാനാർത്ഥി വന്നാൽ പോലും ജനസമ്മതരാണ് ഈ പരാമർശിക്കപ്പെടുന്ന എല്ലാ പേരുകളും. അതുകൊണ്ടാണ് പറയുന്നത് ആര് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വന്നാൽ പോലും കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് അത് കൂടുതൽ ശക്തി പകരുകയേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് കമല ഹാരിസ് സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞതോടുകൂടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തന ഫണ്ടിലേക്ക്, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം ഒഴുകുന്നു എന്നുള്ള കാഴ്ചയാണ്. കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട് 24 മണിക്കൂറിനകം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തന ഫണ്ട്, പ്രചാരണ ഫണ്ടിലേക്ക് 24 മണിക്കൂറിനകം വന്നത് $81 ദശലക്ഷം US എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ അങ്കലാപ്പിലാണ് ഈ ഫണ്ടിൻ്റെ ഒഴുക്ക് ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനെയും വലിയ അങ്കലാപ്പിലേക്കാണ് തള്ളിയിരിക്കുന്നത് ഈ പണത്തിൻ്റെ ഒഴുക്ക് എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കൊണ്ട് പലപ്പോഴും കുപ്രസിദ്ധനായി തീർന്നിട്ടുള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കമല ഹാരിസിനെതിരെ സ്ത്രീവിരുദ്ധമായ നിരവധി പരാമർശങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ അങ്കലാപ്പിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം നാം കാണുവാൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കമല ഹാരിസിൻ്റെ മാതാപിതാക്കൾ ഇന്ത്യൻ ജമൈക്കൻ ആണ്. കമല ഹാരിസിന് ഇപ്പോൾ 59 വയസ്സായി. കാലിഫോർണിയയുടെ ജില്ലാ അറ്റോർണിയായിട്ടാണ് അവരുടെ കരിയർ അവർ ആരംഭിക്കുന്നത്. ഡിസ്ട്രിക്റ്റ് അറ്റോർണിയായിട്ടാണ്. പിന്നീട് കാലിഫോർണിയയുടെ അറ്റോർണി ജനറലായിട്ട് കമല ഹാരിസ് ഉയരുന്നതാണ് അമേരിക്കൻ സമൂഹം കണ്ടത്. US സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വുമൺ ആണ് കമല ഹാരിസ്. അതുമാത്രമല്ല, രണ്ടാമത്തെ ബ്ലാക്ക് വുമൺ കൂടിയാണ് കമല ഹാരിസ്. ഇതൊക്കെ അമേരിക്കൻ സമൂഹത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് ഗുണപരമായി മാറുമോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില ചരിത്ര വസ്തുതകൾ കൂടി ഈ കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പശ്ചാത്തലം
നിങ്ങളോട് പറഞ്ഞത്. 59 വയസ്സായ കമലാ ഹാരിസ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് രംഗത്തിന് അഭൂതപൂർവമായ ചൂടാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും വലിയ പോരാട്ടമാണ് കമലാ ഹാരിസ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് കാഴ്ചവെക്കുവാൻ പോകുന്നത് എന്നുള്ളത് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ പരാമർശിക്കാൻ പോകുന്നത് കമലാ ഹാരിസ് നേരിടുന്ന ചില വെല്ലുവിളികളെക്കുറിച്ചാണ്. കുറച്ച് വെല്ലുവിളികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ജോ ബൈഡൻ്റെ പരാജയങ്ങളിൽ നിന്നും പ്രസിഡൻറ്റ് ബൈഡൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന കമലാ ഹാരിസിന് എത്രമാത്രം അകൽച്ച പാലിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് അമേരിക്കൻ സമൂഹത്തിൻ്റെ മുന്നിലും അതുകൊണ്ട് തന്നെ കമലാ ഹാരിസിൻ്റെ മുന്നിലും ഉള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഇമിഗ്രേഷൻ പ്രശ്നങ്ങളിൽ കമലാ ഹാരിസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ആണ്. കുടിയേറ്റ പ്രശ്നത്തിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ കമലാ ഹാരിസിനെ ബോർഡർ സാർ എന്ന് വിളിച്ചു, അതിർത്തിയിലെ സാർ എന്ന് വിളിച്ചു. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടി പൊതുവെ കമലാ ഹാരിസിനെ വിളിച്ചു പോരുന്നൊരു പേരാണ് ബോർഡർ സാർ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ഇന്ത്യൻ ജമൈക്കൻ വംശജയാണെന്നുള്ളത് കമലാ ഹാരിസ്. അപ്പോൾ ഈ അതിർത്തി രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഉണ്ടാകുന്ന കുടിയേറ്റത്തിനെ, ആ കുടിയേറ്റങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നയാളാണ് കമലാ ഹാരിസ് എന്ന് അവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആരോപണമാണ്. ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആരോപണമാണ്. ഇതിനെ അമേരിക്കൻ സമൂഹം എങ്ങനെ കാണും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വെള്ളക്കാരനായിരുന്ന ജോ ബൈഡന് കിട്ടിയിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ കിട്ടിയിരുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹങ്ങളിൽ നിന്ന് തന്നെ കിട്ടിയിരുന്ന മുതിർന്ന വെള്ളക്കാരുടെ വോട്ടുകൾ എത്രമാത്രം കമലാ ഹാരിസിന് നേടാൻ കഴിയും എന്നത് നാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വെടിയേറ്റ ഡൊണാൾഡ് ട്രംപ് വെടി ഏൽക്കുന്നതിന് മുൻപുള്ള ഡൊണാൾഡ് ട്രംപിനേക്കാൾ ശക്തനാണ് അമേരിക്കൻ സമൂഹത്തിൽ എന്നുള്ളതാണ്. അമേരിക്കൻ ദേശീയത, അമേരിക്കൻ ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന സ്വാതന്ത്ര്യ മൂല്യങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വെടിയേറ്റ ഡൊണാൾഡ് ട്രംപിന് ഒരു കൂടുതൽ പ്രാധാന്യം അമേരിക്കൻ സമൂഹത്തിലുണ്ട് എന്നത് നാം കാണാതിരുന്നിട്ട് കാര്യമില്ല. അതിനെ മറികടക്കുവാനുള്ള കരിസ്മ, അതിനെ മറികടക്കുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി, നിശ്ചയദാർഢ്യം കമലാ ഹാരിസ് വരും ദിവസങ്ങളിൽ കാണിക്കുമോ എന്നത് നാം കാത്തിരിക്കേണ്ട കാര്യമാണ്. കമലാ ഹാരിസ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അവർ സാമൂഹ്യ ജീവിതത്തിൽ എടുക്കുന്ന ചില ക്രിയാത്മക നിലപാടുകളാണ്. പ്രധാനപ്പെട്ടത് ഇപ്പോൾ അബോർഷൻ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ കമലാ ഹാരിസ് എടുക്കുന്ന നിലപാട്, ഗർഭഛിദ്രത്തിൻ്റെ കാര്യത്തിൽ. അബോർഷൻ റൈറ്റ്സ് സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നതും ആ നിലപാടുകൾ ശക്തമായി പറയുകയും ചെയ്യുന്ന ഒരാളാണ് കമലാ ഹാരിസ്. സ്ത്രീകളുടെ ശരീരത്തിൻ്റെ മേലും സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ മേലും അവർക്കുള്ള അധികാരം വളരെ പ്രധാനമാണ്, സ്ത്രീകൾക്കുള്ള അധികാരം വളരെ പ്രധാനമാണ്. ആ അധികാര നിർണയത്തിൻ്റെ ഭാഗം തന്നെയാണ് അബോർഷൻ റൈറ്റ്സ് സ്ത്രീകൾക്ക് വേണ്ടത് എന്നുള്ളതാണ് കമലാ ഹാരിസിൻ്റെ വളരെ വ്യക്തമായ നിലപാട്. എന്നാൽ അമേരിക്കയിലെ ശക്തമായ കത്തോലിക്ക പള്ളി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കടകവിരുദ്ധമായ നിലപാടാണ്. അതായത് ഗർഭധാരണത്തിൻ്റെ സമയത്ത് തന്നെ ജീവൻ ഉണ്ടായി കഴിഞ്ഞു എന്നും ദൈവം നൽകിയ ജീവനെ തിരിച്ചെടുക്കുവാൻ മനുഷ്യന് അധികാരമില്ല എന്നും പറയുന്ന മതപരമായ ഒരു നിലപാടിലാണ് കത്തോലിക്ക പള്ളി നിലനിൽക്കുന്നത്. അപ്പോൾ അതിശക്തമായ വിധത്തിൽ ഒരു സാമൂഹ്യ നിലപാട് ഇക്കാര്യത്തിൽ ഉള്ള കമലാ ഹാരിസിനെ പരമ്പരാഗതമായ ക്രിസ്ത്യൻ മതവിശ്വാസ സമൂഹം എങ്ങനെ കാണും എന്നുള്ളത് കമലാ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ റീസെൻ്റായിട്ട് നടന്ന സർവേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ചെറുപ്പക്കാരുടെ ഇടയിൽ
കമല ഹാരിസിന് ഉണ്ടായിരിക്കുന്ന ജനപിന്തുണ അഭൂതപൂർവമാണ് എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, സ്ത്രീകളുടെ ഇടയിലും ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിലും എല്ലാം തന്നെ കമല ഹാരിസിൻ്റെ ഈ നിലപാടിന് കമല ഹാരിസിന് അനുകൂലമായ വോട്ടുകൾ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കങ്ങനെ പറയാൻ കഴിയും. മറ്റൊന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമല ഹാരിസിൻ്റെ നിലപാടാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ പരിഷ്കൃത വികസിത സമൂഹങ്ങൾ മനുഷ്യരാശിക്ക് കൊടുക്കേണ്ട വില കൊടുക്കേണ്ടത് തന്നെയാണ് എന്നും അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ലോകത്തിന് സുസ്ഥിര വികസനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു സമഷ്ടി ഒരു സമൂഹം ലോകസമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിന് അമേരിക്കൻ സമൂഹവും വികസിത രാജ്യങ്ങളും ചെയ്യേണ്ട വിട്ടുവീഴ്ചകളെക്കുറിച്ച് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് കമല ഹാരിസ് കാലാവസ്ഥയുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഒക്കെ എടുക്കുന്ന നിലപാട് അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ്. ഈ നിലപാടും അമേരിക്കൻ സമൂഹവും അതായത് അമേരിക്കയിലെ മുതലാളിത്ത സമൂഹവും എങ്ങനെയാണ് കമല ഹാരിസിൻ്റെ ഈ നിലപാടിനെ കാണുന്നത് എന്നതും വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് വരെ നാം കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഈ അമേരിക്കൻ ജനാധിപത്യം എന്ന് പറയുന്നത് കുറ്റമറ്റ ജനാധിപത്യമാണെന്നോ അല്ലെങ്കിൽ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങളുടെ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ജനാധിപത്യ സമൂഹമാണെന്നോ എന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ വിചാരിക്കേണ്ട. ലോകത്തിലെല്ലാം അമേരിക്ക മറ്റ് രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതുപോലെ മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ അട്ടിമറിക്കുവാൻ അമേരിക്ക ശ്രമിച്ചതുപോലെ മറ്റ് യാതൊരു ലോകസമൂഹവും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നാം കാണേണ്ടതാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നത് അമേരിക്കയെ ഒരു ലോകോത്തര ജനാധിപത്യ സമൂഹമായി മുൻനിർത്തിക്കൊണ്ടല്ല കാണുന്നത്. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഡെമോക്രസീസിലൊന്നായിട്ടുള്ള അമേരിക്കൻ ജനാധിപത്യത്തിന് ആ ജനാധിപത്യത്തിൽ നടക്കുന്ന ശക്തമായ ഒരു പരീക്ഷണത്തിന് വലിയ ഊർജ്ജമില്ലാതിരുന്ന ഏതാണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ക്യാമ്പിന് ഉണർവ് നൽകിക്കൊണ്ടുണ്ടായ ഒരു സ്ഥാനാർത്ഥിത്വമാണ് കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വമെന്നും ഈ സ്ഥാനാർത്ഥിത്വമാണ് ഈ പുത്തൻ ഉണർവാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ വരും ദിവസങ്ങളിൽ നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുമാണ് ദിലീദ് അലി ഈ പോഡ്കാസ്റ്റിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.